ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനിക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9th ഹിന്ദി ചാപ്റ്റർ 3 ബൂട്ടി കാക്കി എന്ന് പറയുന്നതാണ്. പ്രേംചന്ദിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് ബൂട്ടി കാക്കി. ആ ബൂട്ടി കാക്കി എന്ന് പറയുന്ന ആ കഥ ഗുൽസാർ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയാക്കുകയാണ്. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ആ ബൂട്ടിയ കാക്കിയെ കുറിച്ചുള്ള ഒരു ശസ്തി അഥവാ ബ്ലർബാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ ഹിന്ദി ചേംബർ എന്ന് പറയുന്ന ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണോ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സും. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പെൻസിൽ കരുതുക. ആ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ വേർഡിന്റെയും മീനിങ് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഓരോ സെന്റൻസിന്റെ മീനിങ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, അതിന്റെ മുകളിൽ എഴുതിയെടുക്കുക. ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത. അപ്പോൾ ക്ലാസ്സിലെ അധ്യാപകന്റെ മുൻപിൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിരുന്ന് പഠിക്കുന്ന അതേ ഫീല് തന്നെ ആണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദിക്ക് ഫുൾ A+ കിട്ടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. എല്ലാ കുട്ടികൾക്കും A+ നേടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഹിന്ദി ചേംബറിലുള്ള എല്ലാ ക്ലാസ്സുകളും കാണുക. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഏറ്റവും അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാപ്റ്ററുകൾ എടുത്ത് കാണാവുന്നതാണ്. എല്ലാം വളരെ വ്യക്തമായിട്ട് വളരെ വിശദീകരിച്ച് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംശയം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഈ ക്ലാസ് കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവില്ല. നിങ്ങളുടെ സംശയം കംപ്ലീറ്റ് ആയിട്ട് ദൂരീകരിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മുടെ ഹിന്ദി ചേംബറിലെ ക്ലാസ്. അതുപോലെ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുത്ത് അവർക്ക് കൂടി ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 20 ബൂട്ടി കാക്കി, മൂല കഹാനി പ്രേംചന്ദ്, നിർദ്ദേശക് ഗുൽസാർ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ശസ്തി അഥവാ ബ്ലർബ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ശസ്തി, എന്താണ് ബ്ലർബ് എന്ന് ഉള്ളതിന്റെ ഒരു വിശദീകരണം പേജ് നമ്പർ 21 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ അത് ഒന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ബൂട്ടി കാക്കിയിലേക്ക് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് നോക്കാം. ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹേ? ശസ്തി അഥവാ ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले പ്രേരക സാരാംശ ഹേ. എന്താ ബ്ലർബ് എന്ന് പറഞ്ഞാൽ? ബ്ലർബ് എന്ന് പറയുന്നതും ശസ്തി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിൽ ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലർബ് എന്ന് പറഞ്ഞാൽ കിസി പുസ്തക്, ഏതെങ്കിലും ഒരു പുസ്തകം, സിനിമ, ഏതെങ്കിലും ഒരു സിനിമ, യാ അഥവാ അന്യ സൃജൻ കാര്യക്ക് പ്രചാർ കെ ലിയെ, മറ്റുള്ള സൃഷ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലിഖേ ജാനെ വാലെ, എഴുതപ്പെടുന്ന പ്രേരക് സാരാംശ ഹേ, മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുന്ന, പ്രേരണ തോന്നുന്ന ഒരു കണ്ടന്റാണ് ശസ്തി അഥവാ ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പൊ ശസ്തി അഥവാ ബ്ലർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് വളരെ ചുരുക്കി നമുക്ക് പെട്ടെന്ന് ആ ടെക്സ്റ്റ് ബുക്ക്, അതല്ലെങ്കിൽ ആ സിനിമ, അതല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം വിശദീകരിച്ച് കാണണം, കേൾക്കണം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം.
അതിനെയാണ് നമ്മൾ ശസ്തി എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു ചുരുക്കമാണ് ശസ്തി, സാരാംശമാണ് ശസ്തി എന്ന് പറയുന്നത്. ബ്ലർബ് में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. ബ്ലർബില് പുസ്തകത്തെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ ഷാമിൽ കിയാ ജാത്താ ഹെ, ഉൾക്കൊള്ളിക്കുന്നു. ഇസ്മേം രചന, രചനാകാർ സെ സംബന്ധിത് സംക്ഷിപ്ത വിവരൺ ഷാമിൽ ഹോഗ. ഇതിനകത്ത് ആ രചനയെക്കുറിച്ചും അത് രചിച്ച ആളിനെ കുറിച്ചും ഉള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിരിക്കും. പിന്നെ കിസി ലോകപ്രിയ പാത്ര ഹോ തോ ഉസ്കാ ഭി ജിക്ർ കർണ അച്ഛാ ഹോഗ. അതേപോലെ ഏതെങ്കിലും ലോകപ്രസിദ്ധമായ കഥാപാത്രമാണെങ്കിൽ അതിനെക്കുറിച്ചും അതിൽ ജിക്ർ കർണ അച്ഛാ ഹോഗ, പരാമർശിക്കുന്നത് നന്നായിരിക്കും. ब्लर्ब आम तौर पर किताब या प्रजनन सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ബ്ലർബ് എന്ന് പറയുന്നത് ആം തൗർ പർ, നോർമലി, സാധാരണയായിട്ട് പുസ്തകമോ മറ്റ് പ്രചരണ സാമഗ്രിയുടെയോ പിച്ചലെ ആവരൺ പർ, ഏറ്റവും ബാക്കിലുള്ള പേജിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഛപാജാത്ത, പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ബ്ലർബ് के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. ബ്ലർബ് പ്രിന്റ് ചെയ്യുന്നതിന്റെ മുഖ്യ ഉദ്ദേശ്യ, പ്രധാനപ്പെട്ട ലക്ഷ്യം, രചനയ്ക്ക് തരഫ്, രചനയിലേക്ക്, പാഠകവും യാ ദർശകവും, വായനക്കാരനെയോ കാണികളെയോ എന്ത് ചെയ്യാൻ, ആകർഷിത് കർണാഹേ, ആകർഷിപ്പിക്കുക എന്നുള്ളത് ആണ്. ബ്ലർബ് പട്ടേഹി പാഠക യാ ദർശക് കിതാബ് പഠിനെ യാ ഫിലിം ദേഖിനെക്കോ പ്രേരിത് ഹോ ജായെ. ബ്ലർബ് വായിക്കുന്ന വായനക്കാരൻ അല്ലെങ്കിൽ ദർശകൻ പുസ്തകം വായിക്കുവാനോ സിനിമ കാണുവാനോ അവൻ പ്രേരിപ്പിക്കപ്പെടും. ഇസ് ദൃഷ്ടി സെ ദേഖാ ജായാ തോ, ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ബ്ലർബ് സ്വയം ഹി ഏക് സൃജനാത്മക കാര്യ ഹേ. ബ്ലർബ് എന്ന് പറയുന്നത് സ്വയം ഒരു ക്രിയേറ്റീവായിട്ടുള്ള വസ്തുതയാണ്. ഇസ്കി ഭാഷ ഔർ പ്രസ്തുതി കി ശൈലി അനോഖി ഹോ താക്കി പട്ടേഹി പാഠക രചന के പ്രതി ആകർഷിത് ഹോ ജായേം. ഇതിന്റെ ഭാഷയും ഇതിലെ ശൈലിയും, ഇതിന്റെ ആ എഴുത്തിന്റെ ശൈലിയും അനോഖി ഹോ, വളരെ വിചിത്രമായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. താക്കി, അങ്ങനെ അട്രാക്റ്റീവ് ആയാൽ പട്ടേഹി, അത് വായിക്കുമ്പോൾ തന്നെ പാഠക രചനയ്ക്ക് പ്രതി ആകർഷിത് ഹോ ജായേം, വായനക്കാരൻ ആ രചനയെ വളരെ പെട്ടെന്ന് ആകർഷിച്ചിരിക്കും. ദാറ്റ് ഈസ് ബ്ലർബ് അഥവാ ശസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി വായിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് അവൻ ഉറപ്പായിട്ടും വായിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബ്ലർബാണ് കാണിക്കുന്നതെങ്കിൽ ആ സിനിമ ഉറപ്പായിട്ട് കണ്ടിരിക്കും. കാരണം അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള ഒരു ഭയങ്കരമായ ഒരു ത്വര അവനിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്ലർബിന് അഥവാ ശസ്തിക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലത്തെ ഒരു ബ്ലർബാണ് ബൂട്ടി കാക്കി എന്ന് പറയുന്ന ആ സിനിമയെ പറ്റി ഇവിടെ കൊടുത്തിരിക്കുന്ന ശസ്തി അഥവാ ബ്ലർബ്. നോക്കാം, തിരിച്ച് നമുക്ക് പേജ് നമ്പർ 20 വരാം. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലജയി കഥാകാർ, കാലാതീതമായ കഥാകാരനാണ് പ്രേംചന്ദ്. ആ പ്രേംചന്ദ് കി ഏക് മാർമിക കഹാനി ഹെ ബൂട്ടി കാക്കി. പ്രേംചന്ദിന്റെ
വളരെ മർമ്മപ്രധാനമായ, ഏവരെയും ടച്ച് ചെയ്യുന്ന, ഏവരെയും വികാരം കൊള്ളിക്കുന്ന ഒരു കഥയാണ് ബൂട്ടി കാക്കി എന്ന് പറയുന്നത്. മാനവീയ കരുണാക്കി ഭാവനാസി, മാനുഷിക കരുണാഭാവനയോട് ഓതപ്രോത് ഇസ് കഹാനി, മാനവീയ കരുണ എന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഓതപ്രോത്. ഓതപ്രോത് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്ന, നിറഞ്ഞു നിൽക്കുന്ന. എന്തെന്ന് നിറഞ്ഞു നിൽക്കുന്ന? മാനവീയ കരുണ, മാനുഷിക കരുണ എന്ന ഭാവന നിറഞ്ഞു നിൽക്കുന്ന ഇസ് കഹാനിമേ, ഈ കഥയിൽ ബുഢാപ്പെ की समस्या को प्रस्तुत किया गया है. ബുഢാപ്പ, ബുഢാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ഒരാൾ ജനിച്ചാൽ അയാൾ കുട്ടിയാകും, കൗമാരപ്രായമാകും, അതിനുശേഷം യുവാവസ്ഥയാവും, അതിനുശേഷം അയാൾക്ക് വാർദ്ധക്യം വരും. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രസരിപ്പും അയാൾക്കുണ്ടാവുകയില്ല, അയാളോടും മറ്റുള്ളവർക്കും പ്രസരിപ്പൊന്നും ഉണ്ടാവുകയില്ല. അത് വാർദ്ധക്യമാകും. അങ്ങനെ വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച്, മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും മാനസിക പീഡകളുമാണ് ബൂട്ടി കാക്കി എന്ന് പറയുന്ന ഈ കഥയിൽ വളരെ മർമ്മപ്രധാനമായ രീതിയിൽ നമ്മുടെ പ്രേംചന്ദ് വിശദീകരിച്ചിരിക്കുന്നു. വൃദ്ധജനോ കി ജായദാദ് സമ്പത്തി, വൃദ്ധജനങ്ങളുടെ ജായദാദ് സമ്പത്തി, അവരുടെ സമ്പത്തുകൾ, ജായദാദ് സമ്പത്ത്, അവരുടെ മുൻകാലത്തിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ജന്മസിദ്ധമായ സമ്പത്ത്, ലേനയ്ക്ക് ബാദ്, എടുത്തതിന് ശേഷം, ഉൻകി ഉപേക്ഷ കർണേ വാലി, അവരെ ഉപേക്ഷിക്കുന്ന, സാമാജിക യഥാർത്ഥ की ओर, സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക്, സാമാജിക എന്ന് പറഞ്ഞാൽ സാമൂഹികമായ, സോഷ്യൽ, യഥാർത്ഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ, സത്യമായ, ഇപ്പൊ സാമൂഹിക സത്യത്തിലേക്ക് കഹാനി ഇഷാര കർത്തിയെ, ഈ കഥ കൈ ചൂണ്ടുകയാണ്. ഇഷാര കർത്തിയെ, ചൂണ്ടിക്കാണിക്കുകയാണ്. ബൂട്ടി കാക്കി കോ വിധവാ ഹുയി, ബൂട്ടി കാക്കി വിധവയായി. ബൂട്ടി കാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വയസ്സായ കാക്കി. കാക്കി എന്ന് പറഞ്ഞാൽ ചിറ്റമ്മ, അച്ഛൻ്റെ അനുജന്റെ ഭാര്യ, അതാണ് ചിറ്റമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ അനുജത്തി. അവിടെ ബൂട്ടി കാക്കി കോ വിധവാ ഹുയെ, ബൂട്ടി കാക്കിയുടെ ഭർത്താവ് മരിച്ചുപോയി, അവർ വിധവയായി. 5 വർഷ ഹോ ചുക്കെ, 5 വർഷമായി. ഉസ്കെ ജവാൻ ബേട്ടെ കി ഭി അകാല മൃത്യു ഹുയി, അവരുടെ യുവാവായ പുത്രനും അകാല മരണം പ്രാപിച്ചു. ഏക തണലും അത്താണിയുമായിട്ടുണ്ടായിരുന്ന അവരുടെ പുത്രൻ, അവനും അകാലത്തിൽ മരിച്ചു. ഇസ് സംസാർ മേം ബൂട്ടി കോ അപ്നാ കഹനെ വാല കോയി നഹീം, ഈ ലോകത്ത് ബൂട്ടിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ലാതെയായി. കാക്കി അപ്പനി സാരി സമ്പത്തി, കാക്കി തന്റെ മുഴുവൻ സമ്പത്തും ഭതീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി ദി. ഭതീജ എന്ന് പറഞ്ഞാൽ സഹോദരപുത്രൻ, തന്റെ മുഴുവൻ സമ്പത്തും, സാരി സമ്പത്തി മുഴുവൻ സമ്പത്തും ഭതീജെ കെ നാം കർവാക്കർ, തന്റെ സഹോദരപുത്രന്റെ പേരിൽ എഴുതി വച്ചിട്ട് ഉസ്കെ സാത്ത് രഹത്തി ദി, അവനോടൊപ്പമാണ് ബൂട്ടി കാക്കി താമസിച്ചിരുന്നത്. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമാ നഹീ ഹോത്തി, മനുഷ്യന് അത്യാഗ്രഹത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടായിരുന്നില്ല. ബുദ്ധിറാം और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं,
ആ ഭതീജയുടെ പേരാണ് ബുദ്ധിറാം. പിന്നെ അവൻ്റെ ഭാര്യയാണ് രൂപ. ബുദ്ധിറാമനും രൂപയും ബൂട്ടി കാക്കിയെ സ്നേഹിച്ചത് എത്ര നാൾ, അഥവാ ഉസ്കെ പ്രതി കാക്കിക്ക് പ്രതി തബ് തക്ക് ബഹുത്ത് അച്ഛേ രഹത്തെ, ആ സമയം വരെ അവരോട് വളരെ നന്നായിട്ട് പെരുമാറി. ഏതു സമയം വരെ? ജബ് തക്ക് കി ബഹുനെ അപ്പനി സാരി സമ്പത്തി ഉപഹാർ മേ നഹി ദേതി തി, അവരുടെ മുഴുവൻ സ്വത്തുവകകളും ഇവർക്ക് ദാനമായിട്ട് കൊടുക്കുന്ന സമയം വരെ മാത്രമാണ് അവരോട് വളരെ സ്നേഹമായിട്ട് ബുദ്ധിറാമും രൂപയും പെരുമാറിയിരുന്നത്. വേ ലോഗ് ബാത്ത് ബാത്ത് പർ ബൂട്ടി കാക്കി കാ അപമാൻ, അവർ ഓരോ വാക്കുകളിലും ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും അവർ തിരസ്കാർ കർത്തേ ദേഖാഥ, അവരെ തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. ഭർപെട്ട് ഭോജൻ സേ ഭി വഹു വഞ്ചിത് ഥി, വയറു നിറയെ ഭക്ഷണത്തിന് പോലും അവർ വഞ്ചിക്കപ്പെട്ടിരുന്നു. വയറു നിറയെ ഭക്ഷണം പോലും അവർക്ക് കൊടുത്തിരുന്നില്ല. ജോ റിസ്തെ ഢീലി ബുനിയാദ് പർ ടിക്കേ ഹോത്തെ ഹെ, ഏത് ഒരു ബന്ധമാണോ അത് അതിൻ്റെ അടിത്തറ ഇളകുന്നത്, വേരിസ്തേഹി ഖദം ഹോ ജാത്തേ ഹെ, ആ ബന്ധം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ചോട്ടി ലട്കി ലാഡലി, ഇളയ കുട്ടി വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. കൊച്ചുകുട്ടി, അവരുടെ മകളിൽ ഇളയ മകൾ. പരിവാർ മേ ഏകമാത്ര ഐസി ഹെ ജോ ഉസ് ഗരീബ് ആത്മാ കി ദേഖ്ഭാൽ കർത്തി ഹെ, ആ കുടുംബത്ത് ആ ബൂട്ടി കാക്കിയെ നോക്കിയിരുന്ന ഏകമാത്രമായ അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തി ആ പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി മാത്രമായിരുന്നു. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लिखु फिल्म. മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയമായ കഥയുടെ ആസ്പദമാക്കി ഗുൽസാറിന്റെ വികാരോജ്വലവും മർമ്മപ്രധാനവുമായ ഒരു ലഘു ഫിലിമാണ് ബൂട്ടി കാക്കി എന്ന് പറയുന്നത്. ബൂട്ടി കാക്കി എന്ന് പറയുന്ന ഈ ചെറിയ ബ്ലർബ് അഥവാ ശക്തി അഥവാ ഈ ചെറിയ ഫിലിം, ഈ പാഠം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അടുത്ത ഒരു ലെസണുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുപോലെ ഈ ലെസൺ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഹിന്ദി ചേംബറിലെ എല്ലാ ക്ലാസ്സുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.